ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ്. സാധാരണയായിട്ട് പെരിഞ്ചീരകം, കുരുമുളക് പോലെയുള്ളതൊക്കെ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാറാണ് പതിവ്. കടയിൽ നിന്ന് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുമെങ്കിലും അതിലൊക്കെ മായങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് 2 പാക്കറ്റ് പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യൽ പെരിഞ്ചീരകപ്പൊടിയാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പെരിഞ്ചീരകമൊക്കെ പൊടിക്കുന്ന സമയത്ത് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള കറിയും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു പൊടി റെഡിയാക്കി എടുത്തതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ള പെരിഞ്ചീരകം മുഴുവനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോൾ പെരിഞ്ചീരകം പൊടിക്കുന്ന സമയത്തും ഇതേപോലെ വറുത്തിട്ടാണ് പൊടി റെഡിയാക്കി എടുക്കാറുള്ളത്. വറുത്ത പെരിഞ്ചീരപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ പെരിഞ്ചീരകം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല നാടൻ കുരുമുളകാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കറിയിലൊക്കെ മുളക് പൊടി അതല്ലെങ്കിൽ പച്ചമുളകൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ കുരുമുളക് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗ്രാമ്പുവാണ്. 6 ഗ്രാമ്പു കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാമ്പും കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പൊടി ഇട്ട് നമ്മൾ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കാഷ്യൂ ആണ്. കാഷ്യൂ ഒക്കെ നമ്മൾ വെജ് കുറുമയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ കാഷ്യൂ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറുമയൊക്കെ നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 6-7 കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് അല്പം പൊടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കറിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഒരു മിക്സിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അത് കറി ലീവ്സാണ്. ഞാനിങ്ങനെ ഒരു പിടി കറി ലീവ്സാണ് എടുത്തിട്ടുള്ളത്. കറി ലീവ്സ് നല്ല പോലെ കഴുകി അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ചെടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് കരിവേപ്പൊക്കെ നമ്മൾ കറിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മക്കളൊക്കെ അത് ഒഴിവാക്കി കൊടുക്കാറാണ് പതിവ്. ഒത്തിരി ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒന്ന് തന്നെയാണ് കറിവേപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും മക്കളുടെ വയറ്റിൽ എത്തും. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ലീവ്സ് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കറി ലീവ്സ് നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരണേ. ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട്. ജാർ നല്ലപോലെ തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ പൊടികളൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടകുത്തി പോകാനും പൂപ്പിൽ വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ജാറ് മാത്രമല്ല, ജാറിൻ്റെ ലിഡും നന്നായിട്ട് തന്നെ തുടച്ചിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 വാക്കായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നേർപകുതി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ഇതാ 1 റൗണ്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ ആദ്യം പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബോട്ടിലും നമ്മൾ ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ആ ഒരു ബോട്ടിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത് ബാലൻസ് ഉള്ളത് കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. അതും പൊടിച്ചെടുത്തതിന് ശേഷം അതേ ബോട്ടിലേക്ക് തന്നെ ഞാൻ മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി പെരിഞ്ചീരകമൊക്കെ പൊടിക്കുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ച് നോക്കുക. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള കറി തന്നെ കിട്ടും കേട്ടോ നമുക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.